നിങ്ങൾക്ക് മടിയുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ എന്ത് പ്രോസസ് ആയിക്കോട്ടെ, മടിയുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത്രയ്ക്കില്ല എന്നാലും ഉണ്ട്. ചിലർ ഇല്ല എന്ന് 100% ഒരാൾ പറയില്ല. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് മടി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഇവിടെ 2, 3 കാര്യങ്ങൾ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ മെസ്സിയെ, റൊണാൾഡോയെ, അതുപോലെ നമ്മുടെ എപിജെ അബ്ദുൽ കലാം, അങ്ങനെ എമിനന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ എല്ലാം എടുത്തു കഴിഞ്ഞും നമ്മൾ ഇവർ മടിയുള്ളവരാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്പം തന്നെ പറയും അല്ല, ഇവർക്ക് മടിയില്ല എന്ന്. പക്ഷേ എല്ലാ മനുഷ്യർക്കും മടിയുണ്ട്. എങ്ങനെയാണ് അതൊരാൾ മാറ്റുന്നത്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്കും നമ്മൾ ലക്ഷ്യമിടുന്ന ഏതൊരു കാര്യവും അടിപൊളിയായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇവിടെ മടി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ മടിയെ ഓവർകം ചെയ്യാൻ വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്? ആക്ച്വലി അതൊരു ബ്രെയിൻ ട്രിക്കിംഗ് ആണ്. അതായത് ബ്രെയിൻ എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്ന ആ ഒരു വസ്തു സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു പ്രത്യേക ഘടനയിൽ ഒരു രീതിയിലല്ല. അതായത് ഇതിന്റെ ഒരു ന്യൂറൽ നെറ്റ്വർക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് ലോങ് ടേം ഗോളുകളേക്കാൾ ഷോർട്ട് ടേം ഗോൾ, അതായത് പ്രസന്റിൽ ജീവിക്കുന്ന ഒരു വസ്തുവാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ട്രിക്ക് ചെയ്യാൻ പറ്റുന്നത് വഴിയാണ്, അല്ലെങ്കിൽ അതിനെ ട്രിക്കിംഗ് എന്ന് പറയുന്ന ഒരു ഐഡിയയിലൂടെയാണ് ഈ ഡിസിപ്ലിൻ കൊണ്ടുവന്ന മടി മാറ്റി ഏത് ഗോളാണോ നമുക്ക് നേടേണ്ടത് അത് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും. കാരണം നമ്മുടെ മുമ്പിലേക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാം, അങ്ങനെ നമുക്ക് പറയാം അല്ലെ, ഒരുപാട് തസ്തികകളുള്ള ഡിഗ്രി പ്രിലിംസ് എക്സാം വരികയാണ്. ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കവർ ചെയ്യണം. ഈ നിമിഷവും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. ഇനി അങ്ങോട്ട് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നേടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എന്താണെന്നറിയോ? ഒരു ലോങ് ടേമിലേക്ക് നമ്മൾ ചിന്തിക്കുന്നുണ്ടാ, ഞാനിത് എഴുതി ജോലി കിട്ടി സെറ്റായി കഴിയുമ്പോഴല്ലേ എനിക്കിത് ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. എപ്പോഴും ചിന്തിക്കുക, എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല എന്നുള്ള തോട്ടല്ല, നിലവിലെ അവസ്ഥ മനസ്സിലാക്കി നിങ്ങളുടെ സ്പേസ് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ ഇന്ന് നിങ്ങളെ കൊണ്ട് പറ്റിയാൽ പിന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ കഴിഞ്ഞ പരീക്ഷകളിലെ നിയമന നിലയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടിവേഷൻ അവിടെ നിന്ന് തന്നെ കിട്ടും. നോക്കുക, നമ്മുടെ മെയിൻ ലിസ്റ്റിൽ 3785 ആളുകളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് അഡ്വൈസ് നിയമനം ശുപാർശ പോയി കഴിഞ്ഞു? 2102 പേർ. 6/3/2026 വരെയും നോക്കുമ്പോൾ 2102 ആളുകൾക്ക് എന്ത് പോയിട്ടുണ്ട്? അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇതിന്റെ 50% മുകളിലേക്ക് അത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടും പറയാനായിട്ട് സാധിക്കും, ഇത്രയധികം വേക്കൻസികളുള്ള ഒരു അവസരം ഇനി നമ്മുടെ ലൈഫിൽ വരില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് അത് ഉപയോഗിക്കാൻ കഴിയണം. അവിടെ എങ്ങനെ ഈ പറയുന്ന മടി, അതായത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഉണർവില്ല, ഒരു ഉഷാറില്ല, ഒരു മോട്ടിവേഷൻ ഇല്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? മോട്ടിവേഷൻ എന്ന് പറയുന്ന വാക്കുകളല്ല, പ്രവൃത്തിയിലും കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെ വേണമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് നോക്കാം. എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ബ്രെയിന് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ലീവ് ഇൻ ദ പ്രസന്റ് എന്നുള്ള രീതിയിലാണ്. അതായത് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇന്ന് എന്ത് സംഭവിക്കുന്നു, അതായിരിക്കും ബ്രെയിൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു ഔട്ട്പുട്ടിനെ പറ്റിയായിരിക്കും ബ്രെയിൻ കൂടുതൽ ചിന്തിക്കുന്നതും. അപ്പോൾ അവിടെ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും, ഇൻസ്റ്റന്റ് റിസൾട്ടുകളാണ് ബ്രെയിൻ എപ്പോഴും ആഘോഷിക്കുക. ഒരു റീല് നോക്കുമ്പോഴോ ഒരു ഷോർട്സ് കാണുമ്പോഴോ നമ്മൾ ചിരിക്കുന്നത്, നമ്മൾ സന്തോഷിക്കുന്നത്, ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒന്ന് നോക്കിക്കേ, ഇൻസ്റ്റന്റേനിയസ് ആണ്. എന്നാൽ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുന്നതോ മറ്റൊരു വലിയ ഒരു വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു സ്ഥലം മേടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പല അങ്ങനെ വലിയ ഗോളുകൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ലോങ് ടേം ഗോളാണ്. അതിന്റെ സന്തോഷം അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ മാത്രം ആ ദിവസം, ഇപ്പൊ അഡ്വൈസ് മെമ്മോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ദിവസം നിങ്ങൾ ആഘോഷിക്കും, അർമാദിക്കും. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട്, ആ എഫേർട്ടിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് ബ്രെയിൻ ട്രിക്കിംഗ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കൃത്യമായും ഒരു പുതിയ മെത്തേഡൊന്നുമല്ല, കാലാകാലങ്ങളായി വിജയിച്ച എല്ലാവരും പാലിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇവിടെ ലോങ് ടേം ഗോളുകളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ബ്രെയിൻ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടാണ്. ഒന്നുമില്ലടാ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പണ്ട് കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ പൂർവികരൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. എന്താണ്, അവർക്കൊരു ഭക്ഷണം കഴിക്കണം, അവർ പോകുന്നു, വേട്ടയാടുന്നു, കഴിക്കുന്നു. ഇഷ്ടമുള്ള സ്ഥലത്ത് കൂര വെച്ച് താമസിക്കുന്നു.
വിശ്വസിക്കുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇൻസ്റ്റന്റ് ആക്ഷൻ ഇൻസ്റ്റന്റ് റിസൾട്ട്. എന്നാൽ നമ്മൾ വളർന്ന് അല്ലെങ്കിൽ നമ്മൾ പുരോഗമിച്ച് ഇപ്പോൾ എത്തുമ്പോൾ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി വീട് വെക്കാൻ പറ്റുമോ, ഇഷ്ടമുള്ള ഭൂമിയിൽ വീട് വെക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിനും ഒരു സ്ട്രക്ചർ വന്നു, അല്ലെങ്കിൽ ഉടമകൾ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് വന്നു, നമുക്ക് ഒരു ലോങ് ടേം ഔട്ട്കമ്മിന് വേണ്ടി വർക്ക് ചെയ്യേണ്ട വന്നു. ഇപ്പൊ ഒരു വീട് വെക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിനുള്ള പണം കണ്ടെത്തി, സ്ഥലം മേടിച്ച് സ്ട്രക്ചർ ചെയ്ത് സെറ്റ് ചെയ്ത് പണിയണമെന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. ഇതുപോലെ തന്നെയാണ് ജോലിയും. എനിക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ലഭിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെതായിട്ടൊരു എഫേർട്ട് ഇടേണ്ടതായിട്ട് വന്നു. അതായത് ഈ ജോലി എന്നൊക്കെ പറയുന്ന ഒരു കാരണം, നിങ്ങൾ എന്തിനാ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എന്താ പല കാരണങ്ങൾ പറയും അല്ലേ. അതെല്ലാം വന്നു തീരുന്നത് ഈ സൊസൈറ്റിയൽ ഷിഫ്റ്റ് വന്നുകൊണ്ടാണ്. ഈ ഷിഫ്റ്റിനനുസരിച്ച് എവല്യൂഷൻ വന്നു. അതാണ് നേരത്തെ പറഞ്ഞ ബ്രെയിൻ്റെ സ്ട്രക്ചറിലും ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. പക്ഷേ ബ്രെയിൻ്റെ ആ ഒരു ന്യൂറൽ നെറ്റ്വർക്കിംഗ് ഇപ്പോഴും ഇൻസ്റ്റന്റ് റിസൾട്ടിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയാണ് ആ ട്രിക്കിംഗ് ഐഡിയയിലേക്ക് നമ്മൾ കടക്കുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്തായാലും ഇനി അങ്ങോട്ട് ഒരു ഡിസിപ്ലിൻ വേണം. ഈ ഡിസിപ്ലിനെ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് ഈ ഒരു കമാൻഡ് കൃത്യമായിട്ട് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അച്ചടക്കം എന്ന് മാത്രം നിങ്ങൾ ചെറുതാക്കി കാണരുത്. കാരണം ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്? കണ്ടീഷൻഡ് ആയിട്ട്, കമ്പൽഡ് ആയിട്ട് വരുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് അവിടെ നമ്മൾ എന്താണ്, ഒരു സ്ട്രക്ചർ കൊണ്ടുവന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. കാരണം ഇവിടെ നമ്മുടെ ബ്രെയിൻ എന്താണ്, എനർജി സേവ് ചെയ്യാനും റാപ്പിഡ് ആയിട്ടുള്ള ആക്ഷനുമാണ് കൂടുതൽ റെസ്പോൺസ് നൽകുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 11 മണിക്ക് എണീറ്റുകൊണ്ടിരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി. ഒരു എക്സാമ്പിൾ ആണ്, ഒരു പ്രൈവറ്റ് ജോലി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ? ഈ പ്രൈവറ്റ് ജോലി നിങ്ങൾ ചെയ്യണമെങ്കിൽ രാവിലെ 7 മണിക്ക് നിങ്ങൾ എണീക്കണം, 8 മണിയാകുമ്പോഴത്തേനും റെഡി ആവണം, 9 മണിക്ക് ഓഫീസിലെത്തണം. അവിടെ നിന്ന് 5 മണി വരെ ഒരു 8 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. 8 മണിക്കൂർ ജോലി ചെയ്താലേ നിങ്ങൾക്ക് വേതനം അഥവാ സാലറി ലഭിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പഞ്ചിൻ ചെയ്യണം, കൃത്യമായിട്ട് പഞ്ച് ഔട്ട് ചെയ്യണം. അതുപോലെ ബ്രേക്ക് ടൈം, ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണെങ്കിലും ഇടവേള ബ്രേക്കുകളാണെങ്കിലും അതൊക്കെ ടൈം അലോക്കേറ്റഡ് ആയിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ നമുക്ക് ഈ ജോലിയിൽ നിന്നും ഈ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള റിസൾട്ട് കിട്ടൂ. അതെന്തിനാ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്? ഇപ്പൊ പ്രൈവറ്റ് ജോലിയെ സംബന്ധിച്ച് ജോലി ചെയ്താൽ മതി എന്നൊരു സാധനം മാത്രമാണ് അവിടെ വെക്കുന്നത് വിചാരിക്കുക. അതായത് നിങ്ങൾ എല്ലാ ദിവസവും വന്ന് ജോലി ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വരും, ഇഷ്ടമുള്ള സമയത്ത് പോകും, ഇഷ്ടമുള്ള സമയത്ത് ബ്രേക്ക് എടുക്കും. അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അത് അവിടെ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ചെറുകിട മുതൽ വൻകിട സ്ഥാപനങ്ങളിൽ വരെ ഒരു സിസ്റ്റം, ഒരു സ്ട്രക്ചർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്ട്രക്ചർ നമ്മുടെ പഠന ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മൾ ജയിക്കും. കാരണം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, അത്ര വലിയ കോംപ്ലക്സ് ഒന്നുമല്ല. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഈസി ഓപ്ഷനും ഒരു ഹാർഡ് ഓപ്ഷനും, നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ 2 വഴികളുണ്ട്. ഒന്ന് ചുറ്റി വളഞ്ഞുള്ള വഴി, അല്ലെങ്കിൽ നിറയെ ബ്ലോക്ക് ഉള്ള ഒരു വഴി. ഒന്ന് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട്. രണ്ടിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഉറപ്പായിട്ടും സെലക്ട് ചെയ്യാൻ പോകുക ഒരു ഈസി ഓപ്ഷൻ തന്നെയായിരിക്കും. ഏറ്റവും എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന വഴി ഏതോ അതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനെയാണ് കോഗ്നിറ്റീവ് ഈസ് എന്ന് പറയുക. അതായത് നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതും നമുക്ക് ഒട്ടും എഫേർട്ട് ഇല്ലാതെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യം നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കും. അവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു എഫേർട്ട് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അതായത് നമുക്ക് ഈസി ആയിട്ടുള്ള സാധനം മാത്രം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ട് ലോങ് ടേമിലേക്ക് നമ്മളെ സഹായിച്ചെന്ന് വരില്ല. ഇവിടെയാണ് കൃത്യമായിട്ടും നിങ്ങളുടെ പഠനത്തിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ കൊണ്ടുവരേണ്ടത്. സൂപ്പർ നോട്ട്സിലൂടെ കൃത്യമായിട്ടും അന്നും ഇന്നും ഘോര മാറി ഞാൻ, ജോബിൻ സാറ്, അമൽ സാറ്, നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങളോട് പറയുന്നത് ആ ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് ആണ് സൂപ്പർ നോട്ട്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നതും. കാരണം വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് ഉണ്ട്, അതുപോലെ മെയിൻസ് ഉണ്ട്. ഈ പ്രിലിംസും മെയിൻസും അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഡിഗ്രി ലെവൽ ബാച്ചിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത്തരം ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ആണ്. അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ തരുന്നു, ഒരു ടൈം ടേബിൾ ആൻഡ് പ്ലാൻ തരുന്നു, അതിനുശേഷം ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ തരുന്നു, പിന്നെ പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ തരുന്നു, മോക്ക് എക്സാമുകൾ തരുന്നു, ലൈവ് PYQ സെഷൻ
സെഷനുകൾ നൽകുന്നു, മെന്റർഷിപ്പ് തരുന്നു. ഈ മെന്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിതമായി നിങ്ങളെ പുഷ് ചെയ്യാൻ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒളിച്ചോടാൻ കഴിയുകയില്ല. ഇത്രയും കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമ്പോൾ, നിങ്ങൾ കൃത്യമായി ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കും. അത്തരം മാറ്റത്തിന്റെ ഭാഗമാവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഏത് 8281223366 എന്ന നമ്പറിലേക്ക്. കാരണം നിങ്ങളുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ ഏതൊരു ഗോളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നിങ്ങൾ ജനിച്ചു വീണപ്പോൾ മടിയും അല്ലെങ്കിൽ ഉഴപ്പും ഡിസിപ്ലിൻ ഇല്ലാതെയും കഴിവില്ലാതെ അല്ല ജനിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഒരേ കാലിബർ ഉണ്ട്, ഒരേ ഇന്റൻസിറ്റി ഉണ്ട്, ഒരേ കഴിവുണ്ട്. അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആദ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എന്താണെന്ന് വളരെ ലളിതമായി ചോദിച്ചു കഴിഞ്ഞാൽ അത് സെറ്റ് എ സിസ്റ്റം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ. ഒരു കമ്പനിക്കുള്ളതുപോലെ ഒരു സിസ്റ്റം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് എത്ര ചെറുത് വേണമെങ്കിലും ആയിക്കോട്ടെ. കാരണം പണ്ടത്തെ പോലെ 10ാം ക്ലാസ്സിന്റെ പരീക്ഷയാകുമ്പോൾ അവസാനം ഒരു മാസം ഇരുന്ന് പഠിക്കുന്നു, +2 ആകുമ്പോൾ അവസാനം ഒരു മാസം ഇരുന്ന് പഠിക്കുന്നു. ആ ഒരു രീതി വിട്. അതെന്താണ്? അത് നമ്മളുടെ കോഗ്നിറ്റീവ് ഈസ് മൈൻഡ് ആണ് നേരത്തെ പറഞ്ഞത്. അതായത് അവസാന നിമിഷവും ഏറ്റവും എളുപ്പത്തിലുള്ളത് പഠിച്ച് മാർക്ക് നേടുന്ന ഒരു സ്കീം. ഇവിടെ ഒരു മത്സര പരീക്ഷയിൽ അത് നടക്കില്ല. അപ്പൊ എന്താണ്? ചെറുതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അത് ഫോളോ പ്രോപ്പർലി എന്ന് പറയുമ്പോൾ ഈ വാക്ക് ഒരുപാട് സൂപ്പർ നോട്ട്സിൽ ഞാൻ വന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന വാക്കാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന വാക്ക്. ഈ കൺസിസ്റ്റൻസി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, അങ്ങനെ മാറ്റം കൊണ്ടുവന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പുരോഗതി വരും. ആ പുരോഗതിക്ക് നിങ്ങൾ റിവാർഡ് ചെയ്തു തുടങ്ങുക. ആ റിവാർഡ്, ആ ഷോർട്ട് റിവാർഡുകൾ ലോങ് ടേം ഗോൾ നേടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വളരെ സിമ്പിൾ ആണ്. സെറ്റ് എ സിസ്റ്റം, ഫോളോ പ്രോപ്പർലി, റിവാർഡ് ഇറ്റ്. സെറ്റ് എ സിസ്റ്റം, ഫോളോ പ്രോപ്പർലി, റിവാർഡ് ഇറ്റ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കാണും. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന പരീക്ഷയും അവസരങ്ങളും ഒരു കാരണവശാലും കൈവിട്ട് കളയരുത്. കാരണം കൃത്യമായി പഠിച്ചാൽ ഉറപ്പായും ജോലി ലഭിക്കുമെന്ന് പറയാൻ പറ്റുന്ന പരീക്ഷകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലെയുള്ള എക്സാമുകളൊന്നും ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരിക. അതുകൊണ്ട് ഇത്തവണ ഇത് നമുക്ക് നേടിയേ കഴിയൂ. പ്രിലിംസിന് ഫോക്കസ് ചെയ്ത് അത് ക്ലിയർ ചെയ്തിട്ട് മെയിൻസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കട. അടിപൊളിയായിട്ട് ഇത്തവണ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയും. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.